സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഒരു ചായ ഇടാമെന്ന് വിചാരിച്ച് പാല് എടുത്ത് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിളായിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം എന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു പാക്കറ്റ് ബ്രെഡും പിന്നെ 2 മുട്ട, ഒരൽപ്പം പാല്, പഞ്ചസാര, ഉപ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. കാരണം പിള്ളേർക്ക് ഇഷ്ടമാണ്. ഞാനും ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് വലിയ മെനക്കെട്ട പരിപാടികളിലേക്കൊന്നും പോകണ്ടെന്ന് വിചാരിക്കുകയും ചെയ്തേ. അപ്പോൾ ഞാൻ 2 മുട്ട അതിലേക്ക് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് വിസ്ക് വെച്ചോ ഫോർക്ക് വെച്ചോ എന്ത് വെച്ചോ വേണമെങ്കിലും നമുക്കത് ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഞാൻ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. കാരണം പിള്ളേരെ പഠിക്കാനുള്ള ഓരോ പരിപാടികളെ പിള്ളേരെ മാത്രമല്ല ആഴ്ചാഴ്ചയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചാച്ചി അങ്ങോട്ട് പറ്റിക്കാവില്ല. അപ്പോൾ എന്നിട്ട് ഞാൻ ഇതിൻ്റെ നമ്മുടെ സാധാരണ ദോശക്കല്ലാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു അല്പം ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടിലേക്ക് ബ്രെഡ് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. അതൊന്ന് വെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്കാണ് നമ്മളൊന്ന് തിരിച്ചും മറിച്ചു വിട്ട് കൊടുത്തു. കാര്യം നടന്നു. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യുകയും ചെയ്യാം. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യാം. കാരണം സൺഡേ ആയതുകൊണ്ട് നമുക്ക് ജിയാകുട്ടിയെ സൺഡേ ക്ലാസ്സിൽ വിടണം, പിന്നെ മാസിന് പോകണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വളരെ ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കാം. ബ്രെഡെല്ലാം ടോസ്റ്റ് ചെയ്ത് റെഡി ആയിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ജിയാകുട്ടി വന്ന് പതുക്കെ അത് എടുത്തുകൊണ്ട് ഡൈനിങ് ടേബിളിലോട്ട് പോയി. അപ്പം ഞാൻ ചായയൊക്കെ ഇട്ട് റെഡിയാക്കി കൊണ്ടുവന്നു. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പള്ളിയിൽ പോകാൻ വേണ്ടി റെഡിയായി. ജിയാകുട്ടി ഓൾറെഡി റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ പെട്ടെന്ന് റെഡിയായി. എന്നിട്ട് നമ്മൾ പള്ളിയിലേക്ക് പോകാൻ കേട്ടോ. ഇന്ന് ഈശോയുടെ രാജ്യത്തെ തിരുനാളാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് പ്രോഗ്രാംസൊക്കെ പള്ളിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സൺഡേ ക്ലാസ്സിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. നമ്മളുടെ ഈവനിങ് ആയപ്പോഴത്തേക്ക് അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഉണക്ക് കപ്പ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ ഉണക്ക് കപ്പ വേവിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉണക്ക് കപ്പ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുതിർത്ത കപ്പ ഞാനിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒടിച്ചെടുത്തു. എന്നിട്ട് ഞാൻ കുക്കറിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് മൂടി കിടക്കത്തക്ക രീതിയിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് മൂടി വെച്ച് ഒരു 2 വിസിൽ അത്രയും ടൈം നമ്മൾ വേവാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം ഇതന്നെ ഞാനത് ഒരു എന്താ പറയുന്നത്, അതിനകത്തെ വെള്ളമെല്ലാം ഊറ്റിക്കളയുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആ കുക്കറിൽ തന്നെ ഈ കപ്പ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് അരപ്പിട്ട് കൊടുത്തു. അരപ്പെന്ന് പറയുന്നത് തേങ്ങ, പച്ചമുളക്, പിന്നെ ഉള്ളി, മഞ്ഞൾപ്പൊടി, ഇത്തരം കാര്യങ്ങൾ ചേർത്താണ് അരയ്ക്കുന്നത്. പിന്നെ പാകത്തിനുള്ള വെള്ളവും ചേർത്തു. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. കറിവേപ്പില നമ്മുടെ ഒരു വീക്ക്നെസ് ആണല്ലോ, കോരി ഇട്ടു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുരുമുളക് പൊടിയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തു കേട്ടോ. കുരുമുളക് പൊടി കാര്യമായിട്ട് പൊടിച്ചത് എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ലതുപോലെ കുഴച്ച് മിക്സ് ചെയ്തിങ്ങെടുത്തു കേട്ടോ. അപ്പോൾ ഈ കപ്പയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ബീഫ് കറി വെക്കുന്നു. ബീഫ് കറിയുടെ റെസിപ്പി ഞാൻ മിക്കപ്പോഴും ഇടാറുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് അധികമൊന്നും ആഡ് ചെയ്യുന്നില്ല. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു. അതൊന്ന് വഴന്ന് വന്നു. നമ്മൾ ബീഫ് അതിനകത്തേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. നല്ലതുപോലെ വേവിച്ചെടുത്തു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് വൈകുന്നേരം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടു. അപ്പോൾ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കണമായിരുന്നു. ഞങ്ങൾ നേരെ പോവാണ് ഡിമാർട്ടിലേക്ക്.
വീട്ടിൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഒത്തിരി സാധനമൊന്നും മേടിക്കാനില്ല. അവിടെ നിന്ന് തിരിച്ച് വന്നു കഴിഞ്ഞപ്പം ഒരു നാടൻ പച്ചക്കറിക്കട ഇവിടെ അടുത്തുണ്ട്. അവിടെ നിന്ന് കൂടെ പച്ചക്കറി വാങ്ങിച്ചു. ഓക്കെ, നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ, സീ യു.